ബിജെപിയുടെ പ്ലാൻ ബിയിൽ ഉരുകിയൊലിച്ച് ഇല്ലാതാവാൻ പോകുന്നത് പവാർ തന്നെയാണ്. കാര്യം ഏതെങ്കിലും നിലയ്ക്ക് ഒപ്പം കൂട്ടിയ ശിവസേന കയ്യിൽ നിന്ന് പോയാലോ എന്ന് പേടിച്ചാണ് 42 പേരുമായി ബിജെപിയിലേക്ക് അജിത് പവാറിലൂടെ എൻസിപിയെ പിളർത്തിക്കൊണ്ട് ബിജെപി പ്ലാൻ ബി തയ്യാറാക്കിയത്. എന്നാൽ അജിത് പവാർ വെറും ഒരു കറിവേപ്പില ആയിരുന്നു എന്നുള്ളതാണ് കഴിച്ചു തുപ്പിക്കളയുന്ന ഒന്നായി മാറാൻ പോകുന്ന അവസ്ഥ. ബിജെപി എപ്പോൾ തുപ്പിക്കളയുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സത്യത്തിൽ അജിത് പവാറും അദ്ദേഹത്തിന്റെ ഒപ്പം കൂറുമാറിപ്പോന്ന 42 പേരും. സത്യത്തിൽ 18 മാസങ്ങൾക്ക് മുൻപ് 2022 ജൂണിലാണ് ശിവസേനയുടെ മുന്നണി പോരാളിയായിരുന്ന ഏകനാഥ് ഷിൻഡെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ശിവസേന പിളർത്തുന്നത്. ഇതോടെ സംസ്ഥാനത്തെ മഹാവികാസ് അഘാഡി, ശിവസേന, കോൺഗ്രസ്, എൻസിപി എന്നിവർ ചേർന്നുണ്ടാക്കിയ സർക്കാർ താഴെ പോയി. പിന്നീട് നടന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പിടിച്ചുകൊലക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളായിരുന്നു. 2022 ജൂൺ 30 വിശ്വാസ വോട്ട് നേരിടാതെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ദേവേന്ദ്ര ഫട്നാവിസിനെ ഉപമുഖ്യമന്ത്രിയും ഷിൻഡെയെ മുഖ്യമന്ത്രിയുമാക്കിക്കൊണ്ട് ബിജെപിയും തന്ത്രം മെനഞ്ഞതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു. ഇവിടെ നിന്നാണ് യഥാർത്ഥ പ്രശ്നവും തുടങ്ങുന്നത്. ഷിൻഡെ ശിവസേന, താക്കറെ ശിവസേന എന്നിങ്ങനെ രണ്ടു ശിവസേന, ഇതിൽ ഇരു കൂട്ടർ തങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് വാദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു. ഇവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ കാര്യങ്ങൾ തങ്ങൾക്കെതിരായി ഷിൻഡെ ശിവസേന അയോഗ്യതയിലേക്ക് പോകുമോ എന്ന ഭയം വളരെ ശക്തമായി തന്നെ ബിജെപിക്കുള്ളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അമ്പും വില്ലും ചിഹ്നവുമൊക്കെ ഷിൻഡെ വിഭാഗത്തിന് കിട്ടിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകില്ല എന്ന് ഉറപ്പില്ലാത്തതിനാൽ തന്നെയാണ് ബിജെപി പ്ലാൻ ബി തയ്യാറാക്കിയത്. എന്നാൽ അത് മറ്റൊരു പിളർത്തൽ ആയിരുന്നു. അമ്മാവനെയും മകനെയും തന്നെ പിളർത്തുക. എൻസിപിയെ പിളർത്ത് ശരത് പവാർ, അജിത് പവാർ എന്നീ രണ്ട് പക്ഷമാക്കി മാറ്റി. 42 MLA-മാരെയും കൊണ്ട് അജിത് പവാർ ബിജെപി പാളയത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ 105 സീറ്റുമായി വന്ന ബിജെപി, ശിവസേന 40, എൻസിപി 42 എന്നിങ്ങനെയായി കണക്കുകൾ. എന്നാൽ 145 MLA-മാരുടെ പിന്തുണ മാത്രം മതി ബിജെപിക്ക് ഭരണം നടത്താൻ. എന്നാൽ ഇപ്പോൾ 197 പേർ ഇപ്പോൾ ആ കളത്തിലുണ്ട് താനും. അങ്ങനെ വരുമ്പോൾ ഷിൻഡെ വിഭാഗത്തിന് വലിയ താല്പര്യം പോലും ഇല്ലാതെ കിടക്കുന്ന എൻസിപിയും അവരിലെ 42 പേരും ബിജെപിക്ക് സത്യത്തിൽ ആവശ്യമില്ല. കാരണം സ്വതന്ത്രരായ 10 പേർ അല്ലാതെയും ബിജെപിക്ക് ഒപ്പമുണ്ട്. സത്യത്തിൽ ശിവസേന താഴെ പോയാൽ താങ്ങി നിർത്താനായിട്ടായിരുന്നു അജിത് പവാർ എന്ന പ്ലാൻ ബി. എന്നാൽ പുതിയ സാഹചര്യത്തിൽ 18 മാസങ്ങൾക്ക് മുൻപുണ്ടായ പിളർപ്പിന് പിന്നാലെ ഭരണവും പാർട്ടി നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉണ്ടായ പരാജയങ്ങൾക്ക് പിന്നാലെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും യഥാർത്ഥ ശിവസേന സംസ്ഥാന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന വിഭാഗമാണെന്ന് വിധിച്ചു. ഷിൻഡെ ഉൾപ്പെടെ കൂറുമാറിയ 40 MLA-മാരെ അയോഗ്യരാക്കണമെന്ന താക്കറെ പക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ രാഹുൽ നർവേർക്കർ തള്ളുകയും ചെയ്തതോടെ ഷിൻഡെ ബിജെപി പാളയത്തിൽ കുലുക്കമില്ലാതെ ഉറച്ചു നിൽക്കുമ്പോൾ എൻസിപി കറിവേപ്പിലായി മാറുമോ എന്നുള്ളതാണ്. അവരുടെ ഭാവി ഈ ബിജെപി ശിവസേന ടീമിനൊപ്പം എങ്ങനെ എന്ന് നോക്കി കാണേണ്ടത് തന്നെയാണ്.